കഥയാരംഭിക്കുന്നത് തന്നെ നഗരത്തിൽ കൂടുതൽ ശക്തരായി വളർന്നു വരുന്ന ഒരു സംഘത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. നഗരത്തിലെ പ്രശ്നങ്ങളൊക്കെ ഇല്ലായ്മ ചെയ്യുന്നതിലും എഫിഷ്യന്റായും കൃത്യമായ രീതിയിലും ഹൈലി സ്ട്രക്ചേർഡായി വർക്ക് ചെയ്തും കാര്യങ്ങൾ റിസോൾവ് ചെയ്യുന്നതിലും വളരെയധികം കഴിവുള്ളവരായിരുന്നു അവർ. ദ ഫെയിം എന്ന പേരിലായിരുന്നു അവർ അറിയപ്പെട്ടിരുന്നത്. സാധാരണ രീതിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് ഒതുക്കി തീർക്കാനും ഇല്ലായ്മ ചെയ്യാനും ദ ഫെയിം ചെയ്യുന്ന പരിപാടി എന്തെന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് അവരുടെ ഏറെ സ്കിൽഡായ ഒരു അസാസിനെ പറഞ്ഞയക്കുക എന്നതാണ്. അസാസിനെത്തി അവിടുത്തെ പ്രശ്നക്കാരെ കൃത്യമായ രീതിയിൽ വകവരുത്തും. അങ്ങനെ അയക്കപ്പെടുന്ന അസാസിൻസ് അത്രമേൽ മികവുള്ളവരും കൃത്യമായ രീതിയിൽ അവരുടെ ദൗത്യങ്ങൾ നിറവേറ്റാൻ കഴിവുള്ളവരുമായിരിക്കും. അന്നൊരു ദിവസം ഫെയിമിലെ പ്രധാനപ്പെട്ട അസാസിനായ സമാന്ത എന്ന പെൺകുട്ടി തന്റെ മിഷനൊക്കെ കഴിഞ്ഞ് വീട്ടിൽ കുറച്ചുനേരം റെസ്റ്റ് എടുക്കുകയായിരുന്നു. അധികം വൈകാതെയാണ് സമാന്തയ്ക്ക് നേതൻ എന്ന പേരുള്ള അവളുടെ ബോസിൽ നിന്ന് കോൾ വരുന്നത്. ദ ഫെയിമിന്റെ തലവൻ എന്ന് വിളിക്കാവുന്ന വ്യക്തിയാണ് നേതൻ. അവളോട് റെസ്റ്റോറന്റിലേക്ക് വരാൻ നേതൻ ആവശ്യപ്പെട്ടു. സമാന്ത റെസ്റ്റോറന്റിലെത്തി കാത്തിരിക്കാൻ തുടങ്ങി. ആ റെസ്റ്റോറന്റ് തന്നെ കൃത്യമായും ദ ഫെയിമിന്റെ ഡീലിംഗ്സുകളൊക്കെ നടക്കുന്ന ഒരിടമായിട്ടായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അവിടെ വെച്ചിട്ടായിരുന്നു കാര്യങ്ങളുടെ നെഗോഷിയേഷൻസും തീരുമാനങ്ങളും എല്ലാം നടക്കുന്നത്. കഥ അവിടെ നിന്നും ഒരു 15 കൊല്ലം മുമ്പത്തെ ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. അതേ റെസ്റ്റോറന്റിൽ കുട്ടിയായിരുന്നപ്പോൾ ഒരിക്കൽ സമാന്ത വന്നിരുന്നിരുന്നു. അവളുടെ എതിരിൽ ദ ഫെയിമിന്റെ തന്നെ അസാസിനായ അവളുടെ അമ്മ സ്കാർലറ്റും വന്നിരുന്നു. അന്ന് സ്കാർലറ്റ് സമാന്തയോട് ലൈബ്രറിയിൽ പോയി സ്കാർലറ്റിനായി ഒരു ബുക്ക് എടുത്തു വരാൻ പറഞ്ഞിരുന്നു. അത്തരത്തിൽ സമാന്ത കൊണ്ടുവരികയും ചെയ്തു. അവിടെ മുമ്പിൽ വെച്ച് ആ ബുക്ക് ഓപ്പൺ ചെയ്തപ്പോഴാണ് അതിനുള്ളിലുള്ളത് ആയുധങ്ങളാണ് എന്ന് സമാന്ത നോക്കിക്കാണുന്നത്. പുറമേയുള്ള ബുക്കിന്റെ രൂപം ആയുധങ്ങൾ മറയ്ക്കാനുള്ള ഒരു ഉപാധി മാത്രമായിരുന്നു. അന്ന് സ്കാർലറ്റ് പോയതിന്റെ തൊട്ടു പിന്നാലെ അങ്ങോട്ടേക്ക് ഒരു സംഘം ക്രിമിനൽസ് കടന്നു വന്നു. സംഭവം എന്തെന്നാൽ സ്കാർലറ്റ് അവരുടെ ബോസിനെ വകവരുത്തിയെന്നും സ്കാർലറ്റിനെ കണ്ടെത്താനും വേണ്ടിയായിരുന്നു അവർ എത്തിച്ചേർന്നത്. സമാന്തയ്ക്കടുത്ത് സ്കാർലറ്റിനെ പറ്റി അവർ ചോദ്യങ്ങൾ ചോദിച്ചു. സമാന്തയോട് ചോദ്യങ്ങൾ ചോദിച്ച വ്യക്തി അമ്മയെ പറ്റി പറഞ്ഞില്ലെങ്കിൽ അവളെ കൊന്നുകളയും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി തോക്കിൻ മുനയിലാക്കിയതും പെട്ടെന്നായിരുന്നു സ്കാർലറ്റ് തന്റെ തോക്കുമായി കടന്നു വന്നത്. പിന്നെ പറയണ്ടല്ലോ, അവിടെ ഒരു ഷൂട്ടൌട്ട് തന്നെ അരങ്ങേറി. മികച്ച സ്കില്ലുകളുള്ള സ്കാർലറ്റ് അന്ന് അവിടെ എത്തിയിരുന്ന ക്രിമിനലുകളെ മുഴുവൻ ഒറ്റയടിക്കങ്ങ് വകവരുത്തി കളഞ്ഞു. അന്നത്തെ ആ സംഭവത്തിന് ശേഷം തന്റെ അമ്മ സ്കാർലറ്റിനെ പിന്നീട് സമാന്ത കണ്ടിട്ടേയില്ല. സമാന്തയെ പിന്നീട് വളർത്തിയത് ഫെയിമിന്റെ ചെയർമാനായ ഫെയിമിന്റെ ലീഡറായ നേതനായിരുന്നു. നേതൻ സമാന്തയെ മികച്ചൊരു അസാസിനാക്കി വളർത്തി. സ്കാർലറ്റിന്റെ മകളായ സമാന്തയ്ക്ക് അമ്മയുടെ കഴിവുകൾ പകർന്നു കിട്ടിയതുകൊണ്ടോ എന്തോ മികച്ച രീതിയിൽ അസാസിനാവാനുള്ള സ്കില്ലുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നേതൻ പലപ്പോഴും ഡിഫിക്കൽട്ടായ പല ടാസ്കുകളും സമാന്തയെ ഏൽപ്പിച്ചിരുന്നു. അന്ന് നേതൻ റെസ്റ്റോറന്റിലേക്ക് സമാന്തയെ വിളിപ്പിച്ചത് അത്തരത്തിൽ ഒരു ടാസ്ക് ഏൽപ്പിക്കാനായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു പണം മടങ്ങിയ ബാഗ് ഒരാൾ മോഷ്ടിച്ചിട്ടുണ്ട്. ഫെയിമിൽ നിന്ന് പണം മോഷ്ടിച്ച വ്യക്തിയെ കൊലപ്പെടുത്തി ആ ബാഗ് വീണ്ടെടുക്കണം. അതാണ് സമാന്തയുടെ ഡ്യൂട്ടി. സമാന്ത ഡ്യൂട്ടി ഏറ്റെടുത്തു. വൈകാതെ ലൊക്കേഷനിലേക്ക് പുറപ്പെടാനിറങ്ങി. പോകുന്ന വഴിക്ക് ഫെയിമിന്റെ ലൈബ്രറിയിലേക്ക് സമാന്ത എത്തുകയാണ്. ആ ലൈബ്രറി പുറംമട്ടിലും മറ്റും ലൈബ്രറിയായി തോന്നിക്കുമെങ്കിലും ആയുധങ്ങളായിരുന്നു അവിടെ പ്രധാനമായും ഡീല് ചെയ്തിരുന്നത്. ബുക്കിനുള്ളിൽ ഒളിപ്പിച്ച തരത്തിലാണ് ആയുധങ്ങൾ ഉണ്ടാവുക. തന്റെ ആയുധങ്ങൾ ലൈബ്രറിയൻസുമായി സംസാരിച്ച് എക്സ്ചേഞ്ച് ചെയ്യാനായിരുന്നു സമാന്ത എത്തിയത്. ലൈബ്രറിയൻസായ ഫ്ലോറൻസും മാഡലീനും ആനയും സമാന്തയോട് സംസാരിച്ചു. അവർ മൂവരും അവളുടെ അമ്മ സ്കാർലറ്റിന്റെ സുഹൃത്തുക്കളുമായിരുന്നു. സമാന്ത സ്കാർലറ്റിന്റെ മകളാണെന്നറിഞ്ഞതും ആ ലൈബ്രറിയൻസിന് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. വളരെ ഹാർദവുമായിട്ടായിരുന്നു അവരവളെ സ്വാഗതം ചെയ്തത്. അവൾക്ക് വേണ്ട കാര്യങ്ങളും ആയുധങ്ങളുമൊക്കെ ആ ലൈബ്രറിയൻസ് കൊടുത്തു. ഇതേസമയം മറ്റൊരിടത്ത് ജിം മെക്കാലിയൻസ് എന്നു പേരുള്ള ഒരു മാഫിയ ലീഡർ വല്ലാത്ത ദേഷ്യത്തിലായിരുന്നു. കാരണം സമാന്ത കുറച്ചു മുമ്പ് കുറച്ചു കാര്യങ്ങൾ ഡീല് ചെയ്തിരുന്നല്ലോ. അതും ദ ഫെയിമിന്റെ നിർദ്ദേശപ്രകാരം ആ ഡീലിംഗിൽ ജിമ്മിന്റെ പ്രിയപ്പെട്ട മകനും കൊല്ലപ്പെട്ടിരുന്നു. ദേഷ്യം കൊണ്ട് വിറച്ച ജിം കാര്യങ്ങൾ ഡീല് ചെയ്യാനും സമാന്തയെ വകവരുത്താനും തന്റെ വലങ്കയ്യായ ബില്ലി എന്ന വ്യക്തിയെ ഏൽപ്പിച്ചു. കാര്യങ്ങൾ വ്യക്തമാണ്. ബില്ലി സമാന്തയെ പിടികൂടണം. എത്രയും വേഗം കൊലപ്പെടുത്തണമെങ്കിൽ കൊലപ്പെടുത്തിയും ക്രൂരമായി ഉപദ്രവിക്കണമെങ്കിൽ അങ്ങനെ ചെയ്തും പ്രതികാരം നിറവേറ്റണം. നഷ്ടപ്പെട്ട തങ്ങളുടെ അഭിമാനം വീണ്ടെടുക്കണം. ബില്ലി ഉത്തരവാദിത്വം ജിമ്മിൽ നിന്ന് ഏറ്റെടുത്തു. മികച്ച കഴിവുകളുള്ള ബില്ലിക്ക് അത് പൂർത്തിയാക്കാൻ കഴിയും എന്നും ജിം വിശ്വസിച്ചിരുന്നു. ഇതേസമയം മറുവശത്ത് സമാന്ത തന്റെ ലൊക്കേഷനിലേക്ക് എത്തിച്ചേർന്നിരുന്നു. ഫെയിമിൽ നിന്ന് പണം മോഷ്ടിച്ച വ്യക്തിയുള്ള റൂമിലേക്ക് അവിടെ കടന്നെത്തിയതും അയാളുടെ വയറിന്റെ ഭാഗത്തേക്ക് സമാന്ത നിറയൊഴിച്ചു. അപ്പോഴാണ് അയാളുടെ ഫോൺ റിങ് ചെയ്യുന്നത്. അയാൾ വെടിയേറ്റിട്ടും വളരെയധികം ടെൻഷനോടെ ആവലാതിയോടെ കോൾ അറ്റൻഡ് ചെയ്യുന്നു. കോളിൽ അയാൾ സംസാരിക്കുന്നത് സമാന്ത വ്യക്തമായി കേട്ടു. സംഭവം എന്തെന്നാൽ അയാൾ ആ പണം മോഷ്ടിച്ചത് അയാളുടെ തട്ടിക്കൊണ്ടുപോകപ്പെട്ട മകളെ മോചിപ്പിക്കാൻ വേണ്ടിയാണ്. ഏതോ ഒരു സംഘം അയാളുടെ മകളെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. പിന്നാലെ അയാളെ ബ്ലാക്ക്മെയിൽ ചെയ്ത് ഫെയിമിന്റെ പണം മോഷ്ടിപ്പിച്ചിരിക്കുകയാണ്. കാര്യങ്ങൾ അന്വേഷിക്കാതെ താൻ പ്രവർത്തിച്ചത് കുറച്ച് കടന്നുപോയോ എന്ന് സമാന്തയ്ക്ക് തോന്നി. സമാന്ത ഒട്ടും മടിച്ചില്ല. ആ വ്യക്തിയെ ഫെയിമിന്റെ തന്നെ പ്രൈവറ്റ് ഡോക്ടറുടെ
അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഡോക്ടറെ കണ്ട് സമാന്ത കാര്യങ്ങൾ വിശദീകരിച്ചു. ആൾക്ക് വേണ്ട സഹായങ്ങൾ ചികിത്സ ചെയ്തു നൽകാൻ ആവശ്യപ്പെട്ടു. ആ യുവാവിന്റെ പേര് ഡേവിഡ് എന്നായിരുന്നു. ഡേവിഡിന്റെ മകളുടെ ജീവൻ അപകടത്തിലാണ് എന്ന് സമാന്തയ്ക്ക് അറിയാമല്ലോ. സമാന്ത ഡേവിഡിന്റെ മകളെ രക്ഷപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നു. ഡേവിഡിന് പകരം പണമടങ്ങിയ ബാഗുമായി ഡേവിഡിന്റെ മകളെ തട്ടിക്കൊണ്ടുപോയവർ പറഞ്ഞിടത്തേക്ക് പുറപ്പെട്ടു ചെല്ലാൻ സമാന്ത തീരുമാനിച്ചു. പോകുന്ന വഴിയിൽ സമാന്ത നേഹത്തിനെ വിളിച്ച് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തു. പക്ഷേ നേഹന് സമാന്ത അങ്ങനെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നതിൽ അത്ര താല്പര്യമുണ്ടായിരുന്നില്ല. ആ പോക്ക് അവസാനിപ്പിച്ച് പണമടങ്ങിയ ബാഗുമായി ഫേമിലേക്ക് തിരിച്ചു വരാൻ നേഹൻ സമാന്തയോട് ആവശ്യപ്പെട്ടു. പക്ഷേ ഒരു കുട്ടിയുടെ ജീവനാണ്. സമാന്തയ്ക്ക് എങ്ങനെ അത് തള്ളിക്കളയാൻ പറ്റുമായിരുന്നില്ല. നേഹന്റെ വാക്കുകൾ തിരസ്കരിച്ച് മുമ്പോട്ടു പോവാൻ സമാന്ത തീരുമാനിച്ചു. സമാന്തയുടെ ആ തീരുമാനം നേഹനെ വല്ലാതെ ചൊടിപ്പിച്ചു. അനുസരണക്കേട് കാട്ടിയാൽ അസാസിൻ ലോകത്ത് മരണം മാത്രമാണ് ശിക്ഷ. നേഹൻ പിന്നാലെ തന്റെ 3 പ്രധാനപ്പെട്ട അസാസിൻസിനെ വിളിച്ചു വരുത്തി. യാങ്കി, ഡ്രാക്കുള, സാമുവൽ എന്നായിരുന്നു അവരുടെ പേരുകൾ. നേഹൻ അവരോട് സമാന്തയെ തടയണമെന്നും പണമടങ്ങിയ ബാഗ് തിരിച്ചു കൊണ്ടുവരണമെന്നും സമാന്തയെ കൊന്നേക്കരുത് എന്നും പ്രത്യേകം പറഞ്ഞു. അധികം വൈകാതെ നേഹനെ തേടി അടുത്ത വിവരവും എത്തുകയാണ്. നേരത്തെ നടന്ന മീഡിയേഷനിൽ സമാന്ത കൊലപ്പെടുത്തിയ ആളുകളിൽ ജിമ്മിന്റെ മകനും പെട്ടിരുന്നുവെന്ന കാര്യം. മാഫിയ ബോസായ ജിം തിരിച്ചടിക്കും എന്ന കാര്യത്തിൽ നേഹന് ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. സമാന്ത അങ്ങനെ കുട്ടിയുള്ള ലൊക്കേഷനിലേക്ക് എത്തിച്ചേരുകയാണ്. അവിടെ എത്തിയപ്പോ സമാന്തയ്ക്ക് നിർദ്ദേശം ലഭിച്ചു. അടുത്ത മുറിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് അവിടെ വെച്ചിട്ടുള്ള വസ്ത്രങ്ങൾ നീ ധരിക്കണം. ആയുധങ്ങളൊന്നും സമാന്ത കടത്തിക്കൊണ്ടുവന്നിട്ടില്ല എന്നുറപ്പിക്കാൻ വേണ്ടിയായിരുന്നു അത്. സമാന്ത ഡ്രസ്സൊക്കെ മാറിയപ്പോഴേക്കും അങ്ങോട്ടേക്ക് നേഹനയച്ച 3 അസാസിൻസും എത്തിച്ചേർന്നു. അവർ സമാന്തയെ തടയാനും പണപ്പെട്ടി കൊണ്ടുപോകാനും ശ്രമിക്കുകയാണ്. പിന്നെ പറയണ്ടല്ലോ, അവിടെ ഒരു ഫൈറ്റ് ഇറങ്ങിയേറി. മൂന്നുപേരെയും സമാന്ത ഇടിച്ച് നിലംപരിശാക്കി. സമാന്തയുടെ സ്കില്ലുകളും ആ മൂവ്മെന്റുകളും കണ്ടപ്പോ കുട്ടിയെ തട്ടിക്കൊണ്ടുവന്ന ക്രിമിനൽസ് സമാന്ത ആരാണ് എന്നറിയാനായി ആശങ്കപ്പെടുന്നുണ്ട്. സമാന്ത പിന്നാലെ അവിടെ നിന്നോടി പണമടങ്ങിയ ബാഗുമായി എമിലി എന്ന കുട്ടിയെ തട്ടിക്കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ക്രിമിനൽസിന്റെ അടുത്തേക്ക് എത്തി. അവരെല്ലാവരും മാസ്ക് വെച്ചിരുന്നു. ഒടുവിൽ പണത്തിന്റെയും എമിലിയുടെയും കൈമാറ്റം നടന്നു. എമിലി തന്റെ അടുത്തെത്തിയതും സമാന്ത എമിലിയോട് പറഞ്ഞു, സുരക്ഷിതയായിട്ടിരിക്കണം, ഞാൻ ആ പണം വീണ്ടെടുത്തിട്ട് വരാം. പണവുമായി ക്രിമിനൽസ് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടായിരുന്നു. സമാന്ത അവരുടെ പിന്നാലെ പാഞ്ഞെടുത്തു. പക്ഷെ പണം കിട്ടിയ ക്രിമിനൽസിനിടയിൽ തന്നെ പ്രശ്നങ്ങൾ സംഭവിച്ചിരുന്നു. അതിലൊരാൾ മറ്റുള്ളവരെ ചതിച്ചു കൊന്നു. കാറും അപകടത്തിൽപ്പെട്ട് സ്ഫോടനത്തിനിരയായി. പണമടങ്ങിയ ബാഗ് നശിപ്പിക്കപ്പെട്ടു. പുറത്തു ചാടിയിരുന്ന ഒരു ക്രിമിനൽ സമാന്തയെ വകവരുത്താൻ നോക്കിയപ്പോ ദേഷ്യത്തിൽ സമാന്ത അയാളെ കൊന്നുകളഞ്ഞു. ഇതേസമയം ഫേമിലെ സമാന്തയെ ആക്രമിക്കാൻ വന്ന മറ്റ് 3 അസാസിൻസും പരിക്കേറ്റതുകൊണ്ട് ഫേമിന്റെ ആശുപത്രിയിലേക്ക് പോയിരുന്നു. ഡോക്ടറെ കണ്ട് അവർ സംസാരിച്ചു. ഡോക്ടർ അവർക്ക് വേണ്ട ചികിത്സയും കൊടുത്തു. നേഹൻ ഈ സമയമാണ് യാങ്കിയെ വിളിക്കുന്നത്. കാര്യങ്ങളുടെ അപ്ഡേറ്റ്സ് യാങ്കിയുടെ അടുത്ത് നിന്ന് നേഹൻ ചോദിച്ചറിഞ്ഞു. നേഹന് മുമ്പിൽ അതേസമയം ഫേമിന്റെ ബോർഡ് മെമ്പേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ജിമ്മുമായി ഒരു പ്രശ്നത്തിന് ഫേം പോവണ്ടെന്നും നടക്കുന്ന പ്രശ്നങ്ങളിലേക്ക് ഫേം ഇടപെടണ്ട എന്നുമായിരുന്നു ബോർഡ് മെമ്പേഴ്സിന്റെ തീരുമാനം. ഫേമിന് കൂടുതൽ പ്രശ്നവും ബാധ്യതയും വരാതിരിക്കാൻ യാങ്കിക്ക് അടുത്ത നേഹൻ നിർദ്ദേശം കൊടുത്തു. സമാന്തയെ അങ്ങ് വകവരുത്തിയേക്ക്. ഇതേസമയം എമിലിയെ രക്ഷപ്പെടുത്തിയ സമാന്തയാകട്ടെ എമിലിയെയും കൂട്ടിക്കൊണ്ട് അവളുടെ അച്ഛൻ ഡേവിഡിനടുത്തേക്ക്, അതായത് ആശുപത്രിയിലേക്ക് ചെല്ലുകയായിരുന്നു. പക്ഷെ അവർ അവിടെ എത്തിയപ്പോഴേക്കും ഒരുപാട് രക്തം നഷ്ടപ്പെട്ടിരുന്ന ഡേവിഡ് മരണപ്പെട്ടിരുന്നു. സമാന്തയ്ക്ക് എമിലിയെ ഓർത്തപ്പോൾ വല്ലാത്ത കുറ്റബോധം തോന്നി. ഇതേസമയം തന്നെ ആശുപത്രിയിലെ ഡോക്ടർ സമാന്ത എത്തിച്ചേർന്ന് വിവരമറിഞ്ഞിരുന്നു. ആ വിവരം അയാൾ യാങ്കിയെയും മറ്റ് 2 അസാസിൻസിനെയും അറിയിച്ചു. ഫേമിന്റെ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ഡോക്ടർ അസാസിൻസിനൊപ്പം ചേർന്ന് വർക്ക് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. ഒരു പ്രത്യേക സെറം വിദഗ്ധമായി താൻ സമാന്തയുടെ കൈകളിൽ കുത്തിവെക്കാമെന്നും അവളുടെ കൈകൾ കുറച്ചു സമയത്തേക്ക് അനങ്ങില്ലെന്നും ആ സമയം കൊണ്ട് അവളെ വകവരുത്താൻ നിങ്ങൾക്ക് കഴിയുമെന്നും ഡോക്ടർ അറിയിച്ചു. അസാസിൻസും ഓക്കെ പറയുകയാണ്. ഡോക്ടർ ആ സെറം എടുത്ത് നേരെ സമാന്തയുള്ള മുറിയിലേക്ക് ചെന്നു. പിന്നാലെ സമാന്തയ്ക്ക് സംശയമൊന്നും തോന്നാത്ത രീതിയിൽ വളരെ പെട്ടെന്ന് സമാന്തയുടെ കൈകളിലേക്ക് സെറം കുത്തിവെച്ചു. അതോടെ സമാന്തയുടെ കൈകൾ തളർന്നു. സമാന്ത ചൂടാവുന്ന കണ്ടതും ഡോക്ടർ ഭയന്ന് മുറിയിലേക്ക് ഓടി. സമാന്ത ഉടൻ എമിലിയുടെ സഹായം ചോദിക്കുകയാണ്. എമിലിക്കടുത്ത് തന്റെ കൈയിലേക്ക് തോക്കും കത്തിയും വെച്ചുകെട്ടാൻ സമാന്ത ആവശ്യപ്പെട്ടു. എമിലിയും അപ്രകാരം ചെയ്തു. അടികൊണ്ട് അവശതയിലായിരുന്ന യാങ്കിക്കും സാമുവലിനും മറ്റും സമാന്തയുടെ മുറിയിലേക്ക് പെട്ടെന്നെത്താൻ പറ്റുമായിരുന്നില്ല. ആ സമയം കൊണ്ട് എമിലി കാര്യങ്ങൾ പൂർത്തിയാക്കിയിരുന്നു. ഒക്കെ റെഡിയായി കഴിഞ്ഞതും എമിലിയോട് മറിഞ്ഞിരിക്കാൻ സമാന്ത ആവശ്യപ്പെട്ടു. പിന്നെ വൈകിയില്ല. തന്റെ സ്കില്ല് കൊണ്ട് തന്നെ ആക്രമിക്കാൻ തയ്യാറായി വന്നവരുടെ മുമ്പിലേക്കെത്തിയ സമാന്ത കൈ തളർന്നിട്ടും അവരെയൊക്കെ വകവരുത്തുകയാണ്.
പിന്നാലെ നേതന്റെ ഫോൺ കോൾ സമാന്തയ്ക്ക് വന്നു. സമാന്തയെ ഫേമിൽ നിന്ന് പുറത്താക്കിയ കാര്യവും സമാന്തയെ വകവരുത്താൻ തനിക്ക് ഉത്തരവിടേണ്ടി വന്നതിനെപ്പറ്റിയും നേതൻ പറയുകയും അവളോട് ക്ഷമാപണം നടത്തുകയും ചെയ്തു. സമാന്തയോട് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാനും ഓർഗനൈസേഷന്റെ ഇടയിൽ വെറുതെ ഒരു യുദ്ധമുണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നും നേതൻ പറഞ്ഞു. ആ ഫോണിന് പിന്നാലെ നേതൻ ജിമ്മിനെ വിളിക്കുകയാണ്. ജിമ്മിനടുക്കൽ സമാന്ത ഇപ്പോൾ എവിടെയുണ്ട് എന്ന കാര്യം നേതൻ അറിയിച്ചു. സമാന്തയ്ക്ക് പറ്റിയ മിസ്റ്റേക്കിന് വേണ്ടി നേതൻ ജിമ്മിനോട് ക്ഷമ ചോദിച്ചു. അബദ്ധത്തിൽ സമാന്ത നിങ്ങളുടെ മകനെ കൊന്നുപോയതാണ് എന്നും നേതൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. സമാന്ത പിന്നാലെ എമിലിയുമായി തന്റെ കാറിൽ കയറി. കൈകൾ ചലിക്കാത്തതുകൊണ്ട് എമിലിയോട് സ്റ്റിയറിംഗ് പിടിക്കാൻ സമാന്ത പറഞ്ഞു. കൃത്യമായ നിർദ്ദേശം സമാന്ത കൊടുക്കും. ബാക്കി ആക്സിലറേഷനും ബ്രേക്കും ക്ലച്ചും സമാന്ത കൈകാര്യം ചെയ്യും. അത്തരത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാൻ അവർ പദ്ധതിയിടുകയാണ്. സമാന്തയുടെ നിർദ്ദേശം കൊണ്ട് പതിയെയാണെങ്കിലും എമിലി വണ്ടി മുമ്പോട്ട് ചലിപ്പിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ജിമ്മിന്റെ ആളുകൾ കടന്നു വരുന്നത്. അവർ സമാന്തയുടെ കാറിന് നേരെ വെടിയുതിർക്കാൻ ആരംഭിച്ചു. ഭാഗ്യവശാൽ സമാന്തയുടെ കാർ ബുള്ളറ്റ് പ്രൂഫ് ആയിരുന്നു. എമിലി അതൊക്കെ കണ്ട് ഭയപ്പെടുന്നുണ്ട്. സമാന്ത എമിലിയോട് പറഞ്ഞു, നീ കണ്ണടച്ചിരുന്നു, എന്റെ നിർദ്ദേശങ്ങൾ പോലെ പ്രവർത്തിച്ചാൽ മതി. സമാന്ത പറഞ്ഞ പോലെ എമിലി പ്രവർത്തിച്ചു. സമാന്ത കൃത്യമായി കാർ ചലിപ്പിച്ചു. ഒടുവിൽ ജിമ്മിന്റെ ആളുകളെ ഓവർകം ചെയ്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു ചാടാൻ സമാന്തയ്ക്കും എമിലിക്കും കഴിയുകയാണ്. സമാന്ത സുരക്ഷിതമായിരിക്കും എന്ന് നേതൻ പറഞ്ഞ ഒരിടത്തേക്കായിരുന്നു എമിലിയുമായി സമാന്ത പോയത്. അവിടെത്തിയ സമാന്ത അവിടെ തന്റെ അമ്മ സ്കാർലറ്റിനെ കണ്ട് അതിശയിക്കുന്നുണ്ട്. സ്കാർലറ്റ് സമാന്തയെ തന്റെ മുറിയിലേക്ക് കൊണ്ടുപോയി. അവളുടെ കയ്യിൽ കുത്തിവെച്ച സെറത്തിന് മറുമരുന്ന് സ്കാർലറ്റ് നൽകി അവളെ ചികിത്സിച്ച് സുഖപ്പെടുത്തി. ആ സമയം സ്കാർലറ്റ് പറഞ്ഞു, നിന്നെ നിരീക്ഷിച്ച് ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ചില കാര്യങ്ങൾ കൊണ്ട് ഞാൻ മറിഞ്ഞു ജീവിച്ചതാണ്. അവിടെ തുടരലിന് സുരക്ഷിതമല്ലാത്തതുകൊണ്ട് ആ നാട് തന്നെ വിട്ട് സുരക്ഷിതമായ മറ്റൊരിടത്തേക്ക് മകളുമായി പോവാൻ സ്കാർലറ്റ് തീരുമാനിച്ചിരുന്നു. സമാന്ത സുഖപ്പെട്ടതും സമാന്തയെയും എമിലിയെയും കൂട്ടിക്കൊണ്ട് സ്കാർലറ്റ് ലിഫ്റ്റിൽ താഴേക്കിറങ്ങുകയാണ്. ഇറങ്ങിച്ചെന്നപ്പോൾ അവർ കണ്ട കാഴ്ച അവരെ കൊല്ലാനായി അങ്ങോട്ടേക്ക് എത്തിച്ചേർന്ന ജിമ്മിന്റെ ആളുകളെയായിരുന്നു. പിന്നെ ഒട്ടും മടിച്ചില്ല. സ്കാർലറ്റ് അവിടെ നിന്ന് അവരെയും രക്ഷപ്പെടുത്തി ഒരു സീക്രട്ട് പാത്ത് വഴി സുരക്ഷിതമായി പുറത്തു കടന്നു. പിന്നാലെ അവിടെ നിന്നും സുരക്ഷിതമായി തന്റെ കൂട്ടുകാരുള്ള ആയുധപ്പുരയായ ലൈബ്രറിയിലേക്ക് എത്തി. അവിടെത്തിയ സ്കാർലറ്റിനെ കണ്ടതും സ്കാർലറ്റിന്റെ പഴയ കൂട്ടുകാരികളായ ലൈബ്രറിയൻസിന് ദേഷ്യം വന്നിരുന്നു. സ്കാർലറ്റ് ജീവനോടെ ഉണ്ടായിട്ടും അത്രനാളും തങ്ങളെ കോണ്ടാക്ട് ചെയ്യാതിരുന്നത് എന്താണ് എന്നൊക്കെ ചോദിച്ചവർ സ്കാർലറ്റിനോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. പക്ഷെ അതങ്ങനെ തുടർന്നാൽ ശരിയാവില്ല എന്ന് സമാന്തയ്ക്ക് അറിയാമായിരുന്നു. വൈകാതെ ജിമ്മിന്റെ ആളുകൾ അങ്ങോട്ടേക്കും എത്തും. അതുകൊണ്ട് അവിടെയുള്ള ഏവരോടും സുരക്ഷിതമായി എവിടെയെങ്കിലും പോയി മറിഞ്ഞിരിക്കാൻ സമാന്ത പറഞ്ഞു. അങ്ങോട്ടേക്ക് കടന്നു വരുന്നവരെ ഒറ്റയ്ക്കെതിരിടാൻ സമാന്ത തീരുമാനിച്ചിരുന്നു. വേണ്ട ആയുധമെടുത്ത് കൈക്കലാക്കി സമാന്ത തയ്യാറായി നിന്നു. വന്ന ജിമ്മിന്റെ ആളുകളെ ഓരോരുത്തരെയായി സമാന്ത എതിരിട്ടു. ശക്തമായ ഏറ്റുമുട്ടലും ഒരു പോരാട്ടവുമായിരുന്നു നടന്നത്. സമാന്തയുടെ സ്കില്ലുകൾ വ്യക്തമാകുന്ന പ്രകടമാകുന്ന ആക്ഷനുകളായിരുന്നു അത്. ഒരു ഘട്ടത്തിൽ സമാന്ത ആകപ്പെട്ടു. ജിമ്മിന്റെ ആളുകൾ സമാന്തയെ ആക്രമിച്ച് ചവിട്ടി തേക്കാൻ തുടങ്ങി. തന്റെ മകൾ കഷ്ടപ്പെടുന്നത് കണ്ടു നിൽക്കാൻ സ്കാർലറ്റിന് കഴിയില്ലല്ലോ. സ്കാർലറ്റ് തോക്കുമായി ചാടി വീണു. പിന്നെ വൈകിയില്ല. സ്കാർലറ്റും സമാന്തയും വരാൻ പോകുന്ന ആക്രമണത്തിന് തയ്യാറെടുത്തു നിന്നു. ജിമ്മിന്റെ ആളുകൾ കടന്നു വന്നപ്പോൾ അവർ പോരാട്ടത്തിനിറങ്ങി. കനത്ത ഷൂട്ടൌട്ട് അരങ്ങേറുകയാണ്. ഇതേ സമയം മറഞ്ഞു നിൽക്കുകയായിരുന്ന ലൈബ്രറിയൻസ് അവരെ സപ്പോർട്ട് ചെയ്യാനിറങ്ങാൻ തീരുമാനിച്ചിരുന്നു. എമിലിയുടെ സുരക്ഷിതത്വം മെഡലിനെ ഏൽപ്പിച്ച് അന്നയും ഫ്ലോറൻസും സ്കാർലറ്റിനും സമാന്തയ്ക്കൊപ്പം ഫൈറ്റ് ചെയ്യാനിറങ്ങി. ഇതേ സമയം ബില്ലി മറ്റൊരു വഴിയിലൂടെ മെഡലിന്റെ അടുത്തേക്ക് എത്തിച്ചേരുകയായിരുന്നു. മെഡലൈൻ അവർക്കെതിരെ പൊരുതി നിന്നെങ്കിലും ഒരു ഘട്ടത്തിൽ മെഡലൈന് വെടിയേറ്റു. മറുവശത്ത് നടന്ന ശക്തമായ പോരാട്ടത്തിൽ സ്കാർലറ്റും സമാന്തയും അന്നയും ഫ്ലോറൻസും വിജയിച്ചിരുന്നു. അവർ മെഡലിന്റെ അടുത്തേക്ക് എത്തി. അവിടെത്തി അവർ കണ്ടത് വെടിയേറ്റ് അവശനിലയിൽ കിടക്കുന്ന മെഡലൈനെയായിരുന്നു. എമിലിയെ ബില്ലി തട്ടിക്കൊണ്ടുപോയിരുന്നു. തന്റെ അവസാന നിമിഷത്തിൽ എമിലിയെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റാതിരുന്നതിന് സിസ്റ്റർഹുഡിലെ തന്റെ സഹോദരങ്ങളോട് അവർ ക്ഷമ ചോദിച്ചു. അധികം വൈകാതെ മരണപ്പെട്ട മെഡലൈന്റെ ഫ്യൂണറൽ ചടങ്ങുകൾ ആ സഹോദരങ്ങൾ ചേർന്ന് നടത്തി. ആ സമയം സമാന്തയ്ക്കൊരു ഫോൺ കോൾ വരികയാണ്. ബില്ലിയുടെ കോളായിരുന്നു അത്. എമിലിയെ ജീവനോടെ വേണമെങ്കിൽ എല്ലാ ഡീലിംഗ്സും നടക്കുന്ന ആ റെസ്റ്റോറന്റിലേക്ക് വരാൻ ബില്ലി സമാന്തയോട് ആവശ്യപ്പെട്ടു. എമിലിയെ രക്ഷിക്കണം എന്ന് സമാന്ത തീരുമാനിച്ചിരുന്നു. പക്ഷേ മറ്റാരെങ്കിലും കൊണ്ടുപോയാൽ അപകടമാണ് എന്നും സമാന്തയ്ക്ക് അറിയാമായിരുന്നു. സമാന്ത കൃത്യമായി കാര്യങ്ങൾ പ്ലാൻ ചെയ്തു. സ്കാർലറ്റ് അപകടം മനസ്സിലാക്കി തന്റെ മകളെ തടയാൻ ശ്രമിച്ചു. പക്ഷേ എമിലിയെ രക്ഷപ്പെടുത്താൻ സമാന്ത തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. അവൾ രണ്ടും കൽപ്പിച്ച് നേരെ റെസ്റ്റോറന്റിലേക്ക് ചെല്ലുകയാണ്. ആ സമയം റെസ്റ്റോറന്റിനകത്ത് എമിലിക്കൊപ്പം ജിമ്മും ഉണ്ടായിരുന്നു.
ജിമ്മിനടുത്തെത്തി സമാന്ത അദ്ദേഹത്തോട് ക്ഷമ ചോദിച്ചു. അദ്ദേഹത്തിന്റെ മകന്റെ മരണം ഒരു കാഷ്വാലിറ്റി ആയിരുന്നെന്നും മനഃപൂർവ്വമായിരുന്നില്ല എന്നും സമാന്ത പറഞ്ഞു. എമിലിയെ വിട്ടുതരണം എന്നും ആവശ്യപ്പെട്ടു. എമിലിയെ താൻ മോചിപ്പിച്ചോളാം, പക്ഷേ അത് നിന്നെ ഉപദ്രവിച്ചതിന് ശേഷം മാത്രം എന്നായിരുന്നു ജിം അറിയിച്ചത്. പക്ഷെ എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പേ മറ്റൊരു ട്വിസ്റ്റ് നടന്നിരുന്നു. ആ റെസ്റ്റോറന്റിൽ വെയിട്രസിന്റെ രൂപത്തിൽ അതിനോടകം അവർ കടന്നുകയറി കഴിഞ്ഞിരുന്നു. സ്കാർലറ്റും അന്നയും ഫ്ലോറൻസും. അവർ ജിമ്മിനും ആളുകൾക്കും നേരെ തോക്കു ചൂണ്ടി. സ്കാർലറ്റ് സമാന്തയോട് എമിലിയെയും കൂട്ടിക്കൊണ്ട് തങ്ങളുടെ സീക്രട്ട് ഹൈഡൌട്ടിലേക്ക് പൊക്കോളൂ എന്നറിയിച്ചു. സമാന്ത എമിലിയെയും പൊക്കിയെടുത്ത് റെസ്റ്റോറന്റിൽ നിന്ന് പുറത്തു കടന്നതും റെസ്റ്റോറന്റിനകത്ത് കനത്ത ഷൂട്ടൌട്ട് ആരംഭിച്ചിരുന്നു. സ്കാർലറ്റും കൂട്ടുകാരും ചേർന്ന് അവരെയൊക്കെയും വകവരുത്തി കളഞ്ഞു. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സമാന്ത എമിലിയോട് അവളുടെ അച്ഛനെ കൊലപ്പെടുത്തിയതിന് ക്ഷമ ചോദിച്ചു. എമിലിയും സമാന്തയോട് ക്ഷമിച്ചു. എമിലിയെ തന്റെ കൂടെ തന്റെ മകളായി വളർത്താൻ സമാന്ത തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. പക്ഷേ അങ്ങനങ്ങ് പോവാൻ പറ്റില്ലല്ലോ, നേതനെ ഒരു പാഠം പഠിപ്പിക്കണം. സമാന്ത തീരുമാനിച്ചു. ഒരു സ്കൗട്ട് ഗേളിന്റെ രൂപത്തിൽ എമിലിയെ സമാന്ത നേതന്റെ വീട്ടിലേക്ക് വിട്ടു. നേതൻ വാതിൽ തുറന്നതും എമിലിയുടെ കയ്യിലുണ്ടായിരുന്ന കുറിപ്പെടുത്ത് നേതന് വായിക്കേണ്ടി വന്നു. നേതൻ അത് വായിച്ചത് ഞെട്ടിയിരുന്നു. സമാന്തയുടെ തോക്കിൻ മുനയിലായിരുന്നു അയാൾ ഉണ്ടായിരുന്നത്, അതും സ്നൈപ്പർ ഗണ്ണിന്റെ മുനയിൽ. അതിലെഴുതിയിരുന്ന വിവരങ്ങൾ വളരെ വ്യക്തമായിരുന്നു. ഫേമിലേക്ക് വിളിച്ച് ബോർഡ് മെമ്പേഴ്സുമായി സംസാരിക്കണം. തന്നെയെയും തന്റെ അമ്മയെയും ലൈബ്രറിയൻസിനെയും വെറുതെ വിടാനും പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനും നിങ്ങൾ തീരുമാനമെടുക്കണം. അങ്ങനല്ലെങ്കിൽ ഞങ്ങളൊരു വേട്ടയ്ക്കിറങ്ങും, നിങ്ങളെ എല്ലാവരെയും വകവരുത്തും. നേതനതിന് ഉറപ്പുകൊടുത്തു. കാര്യങ്ങളെല്ലാം കലങ്ങി തെളിയുകയായിരുന്നു. അധികം വൈകാതെ ആ അസാസിൻ സഹോദരങ്ങൾ തങ്ങളുടെ വാഹനത്തിൽ ആ നാട് വിട്ട് എമിലിയുമായി സഞ്ചരിക്കാൻ തുടങ്ങി. ആ ദൃശ്യങ്ങളോടെ രസകരമായ ആക്ഷൻ ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.